الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു പരീക്ഷണമെന്നോണം ഈ ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയച്ച അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി, മുത്തഖിയായി, അതോടൊപ്പം മുവഹിദായി, സ്വർഗത്തിന്റെ അവകാശിയായി ഈ ദുനിയാവിൽ നിന്ന് വിട ചോദിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിലും മദീനയിലുമായി 23 വർഷമാണ് പ്രവാചകനായി ജീവിച്ചത്. മക്കയിൽ 13 വർഷവും മദീനയിൽ 10 വർഷവും, അങ്ങനെ 23 വർഷമാണ് പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ 63ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. 23 വർഷം കൊണ്ട് അറേബ്യയിലെ ജഹാലത്തിൽ ജീവിച്ചിരുന്ന കാട്ടാള മനസ്കരായ അറബികളെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ സംസ്കരിക്കുകയും അവരെ സമൂഹത്തിലെ ഏറ്റവും നല്ല പദവിയിലേക്ക് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു കൊണ്ടുവരപ്പെട്ട ഏറ്റവും നല്ല സമൂഹമാണ് എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ, പ്രവാചക സുന്നത്തിലൂടെ പ്രവാചകൻ ആ സമൂഹത്തെ പരിവർത്തനത്തിന് വിധേയരാക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ തുടങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന പ്രവാചക ശൃംഖല പരിപൂർണമാക്കുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ആഘോഷങ്ങളാകട്ടെ, നിയമങ്ങളാകട്ടെ, വിധിവിലക്കുകളാകട്ടെ, അതുപോലെ തന്നെ നിബന്ധനകളാകട്ടെ, എല്ലാം കൃത്യമായും പരിപൂർണമായും ഈ സമൂഹത്തിന് പഠിപ്പിച്ച ശേഷം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട ചോദിക്കുന്നത്. പ്രവാചകന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മത്തിൽ അറഫ മൈതാനിയിലെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പരിപൂർണതയെ പ്രഖ്യാപിക്കുകയാണ്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം അറഫയിലെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇസ്ലാം എന്ന ആദർശ പ്രസ്ഥാനത്തെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇനി ഒരു കാര്യവുമില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനും നരകത്തിൽ നിങ്ങളെ അകറ്റാനുമായി ഞാൻ പറയാതെ, ഞാൻ പഠിപ്പിക്കാതെ പോയ ഒരൊറ്റ കാര്യവുമില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും മിനൻ നാരി ഖദ് ഹദ്ദസ്തുകും ബിഹി. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ ഏത് കാര്യങ്ങൾ ചെയ്യണമെന്നോ അത് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നാം നിസ്സാരമായി കാണുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ വിളക്കണക്കാൻ ആരെങ്കിലും നമ്മോട് പറയണോ? രാത്രി കിടക്കുമ്പോൾ വിളക്കണക്കാനും അതുപോലെ തന്നെ വാതിലടക്കാനും പാത്രങ്ങൾ മൂടി വെക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. കിടപ്പറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് പ്രാർത്ഥന നിങ്ങൾ ചെല്ലണം? ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ നെട്ടിയുണരുമ്പോൾ എന്താണ് നിങ്ങൾ ചെല്ലേണ്ടത്? വീട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തുടങ്ങി പ്രവാചകൻ കൈവെക്കാത്ത, പ്രവാചകൻ സ്പർശിക്കാത്ത ഒരു വിഷയവും ഇസ്ലാമിന്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ജൂതൻ പ്രവാചകനെയും അനുചരന്മാരെയും കളിയാക്കി, നിങ്ങളുടെ കൂട്ടുകാരില്ലേ എല്ലാ കാര്യവും പഠിപ്പിച്ചല്ലോ? അതെ, ഞങ്ങളെ പ്രവാചകൻ എല്ലാം പഠിപ്പിച്ചു.
മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ഏത് കാലുവത്താണ് പോകേണ്ടത്, ഏത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത്, കിടപ്പറയിലേക്ക് തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഏത് പ്രാർത്ഥന ചെല്ലണം എന്ന് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഖിബിലക്ക് അഭിമുഖമാകാൻ പാടില്ല എന്നും ശുദ്ധിയാക്കുമ്പോൾ ഇടത് കൈ ഉപയോഗിക്കണമെന്നും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈർപ്പം വലിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ കൈവെക്കാത്ത വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, പരലോകത്തിന്റെ വിഷയമാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവെക്കാത്ത, പഠിപ്പിക്കാത്ത ഒരു കാര്യവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ ചര്യ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പരമാവധി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്ത വല്ല കാര്യങ്ങളും ദീനിന്റെ പേരിൽ ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക എന്നത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രസംഗം നടത്തി. വഅദ്നാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇദതൻ ബലീഅ, ഏറ്റവും സാരസമ്പൂർണമായിട്ടുള്ള കാതലായിട്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു ഖുതുബ നടത്തി. വജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം നടുങ്ങി. വദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. എല്ലാവരും പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് താങ്കൾ വിട ചോദിക്കുന്നത് പോലെയുണ്ടല്ലോ. മൗഇദത്തുൻ മുബദ്ദഉൻ, യാത്ര ചോദിക്കുന്നത് പോലെയുണ്ടല്ലോ അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട്. അതെ, പ്രവാചകൻ പറഞ്ഞു, മൻ യഉശു മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഭിന്നതയുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ കണ്ടെത്താൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി, ഏതേത് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും എന്റെ സുന്നത്തിനെ നിങ്ങൾ കൈവിടാതെ മുറുകെ പിടിക്കണമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. ഫസയറ ഇഖ്തിലാഫൻ കസീറൻ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഉർ റാഷിദീന മഹ്ദിയീന, ഖുലഫാഉർ-റാഷിദീങ്ങളുടെയും എനിക്ക് ശേഷം വരാനിരിക്കുന്ന സച്ചതിരായിട്ടുള്ള ഖലീഫമാരുടെയും മാർഗം നിങ്ങൾ പിൻപറ്റണം. തമസ്സകൂ ബിഹാ, അവ രണ്ടും മുറുകെ പിടിക്കണം. നിങ്ങൾ ഏതേത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എന്റെ സുന്നത്തിനെ വികലമാക്കാതെ, കൈവടിയാതെ, മാറ്റി നിർത്താതെ നിങ്ങൾ പരിപൂർണമായി സ്വീകരിക്കണം. വഅല്ലൂ അലൈഹാ ബിന്നവാജിദി, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളും പ്രകോപനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വെല്ലുവിളികളും എന്തുണ്ടായാലും എന്റെ മാതൃകയെ, എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ജനറേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പള്ളിയിൽ മണലാണ്. പ്രവാചകൻ ഉപയോഗിച്ചത് ഈത്തപ്പനയുടെ മട്ടലും അതുപോലെ തന്നെ അതിന്റെ ഓലയുമാണ്. നമ്മൾ അത് ഉപയോഗിക്കണോ? വേണ്ട. ഭൗതികമായ കാര്യങ്ങൾ കാലത്തിന് അടിസ്ഥാനമായി, കാലത്തിന് അനുകൂലമായി ഏത് സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ മതപരമായ ഒരു വിഷയം, കാലങ്ങൾ മാറിയാലും ഖിയാമത്ത് വരെ വന്നാലും പടച്ച തമ്പുരാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കാണിച്ചു തന്ന സുന്നത്തിന് വിരുദ്ധമായി ഒരു കാര്യവും നമ്മൾ ചെയ്തുകൂടാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ മദീന നിവാസികൾ ഈത്തപ്പനക്ക്
പരാഗണം നടത്തുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു അതിന് ആവശ്യമൊന്നുമില്ല, പരാഗണത്തിന്റെ ആവശ്യമില്ല എന്ന് നടത്തണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ വർഷം ഈത്തപ്പഴം വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് കിട്ടിയത്. പ്രവാചകൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വാചകം പറഞ്ഞപ്പോൾ ഉടനെ പ്രവാചകൻ പറഞ്ഞു, അൻതും തഅലമൂന ബിഉമൂരി ദുനിയാകും, എന്നെക്കാളും ഈ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക. ദുനിയാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു നിൽക്കണ്ട. പരലോകത്തിന്റെ വിഷയം ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടപ്രകാരം, എന്റെ താല്പര്യപ്രകാരം മതത്തിന്റെ ഒരു കാര്യം പോലും ഞാൻ പറയില്ല. ഇൻഹുവ ഇല്ലാ വഹ്യും യൂഹ, എനിക്ക് ലഭിക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മതത്തിന്റെ ഒരു കാര്യം, ശരീഅത്തിന്റെ ഒരു കാര്യം, ഒരു വിധിവിലക്ക് ഞാൻ പറയില്ല. അപ്പോൾ ഭൗതികമായ കാര്യങ്ങള്, മൊസൈക്ക് വേണമെങ്കിൽ മൊസൈക്ക് ഇട്ടോളി, ടൈല് വേണമെങ്കിൽ ടൈൽ ഇട്ടോളി, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇട്ടോളൂ, AC ഫിറ്റ് ചെയ്തോളൂ, ഫാൻ വെച്ചോളൂ. ചില ആൾക്കാർ ചോദിക്കും, പ്രവാചകന്റെ കാലത്ത് മൈക്കുണ്ടോ? വഹാബികളെ, നിങ്ങൾ എന്തിനാ മൈക്ക് ഉപയോഗിക്കണേ? ദീൻ എന്താണ്, ദുനിയാവാണ് എന്താണെന്ന് തിരിച്ചറിയാത്ത ആരും ചോദിക്കുള്ളൂ. ദീൻ എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യം, നമസ്കാരങ്ങള്, സക്കാത്ത്, ഹജ്ജ്, ആരാധന കർമ്മങ്ങള്, ഇസ്ലാമിന്റെ പേരിലുള്ള ആഘോഷങ്ങള്, ഇത് ദീന. ഇത് മാറ്റം വരുത്താൻ പറ്റൂല. ഏറ്റവും ഒഴിഞ്ഞൊരു സമയമാണ് സുബഹിന്റെ നേരം. എത്ര 2 റക്അത്ത് ഒരു 4 ആക്കി കൂടെ? 4 ആക്കാൻ പറ്റുമോ? നല്ലതല്ലേ? നിസ്കാരല്ലേ? പടച്ചോന് ഇഷ്ടപ്പെട്ടതല്ലേ? നമുക്ക് മതത്തിന്റെ കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതിനപ്പുറമായി അതെത്ര നല്ലതാണെന്ന് നമ്മുടെ മനോമുഖരത്തിൽ പറഞ്ഞാലും അതെടുക്കാൻ അനുവാദമില്ല. ഭൗതികമായി നമുക്ക് എടുക്കാം. റസൂല് പറഞ്ഞെന്താ നിങ്ങള്? നല്ലതല്ലേ, നല്ലതല്ലേ, യാസീനല്ലേ, ഖുർആനല്ലേ, പോത്തല്ലേ, ബിരിയാണിയല്ലേ, ആടല്ലേ, കാവല്ലേ, അതുപോലെ തന്നെ പായസല്ലേ, കുടിച്ചൂടെ? എന്തായാലും കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മൻ ഇബ്തദാ ഫിൽ ഇസ്ലാമി ബിദ്അ, ദീനിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത വല്ലതും ആരെങ്കിലും കൊണ്ടുവന്നാൽ യറാഹ ഹസന, അത് നല്ലതാണെന്ന് തോന്നിയാൽ, അത് നല്ലതാണെന്ന് വാദിച്ചാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കാരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് ഇസ്ലാമാകുന്ന ആദർശത്തെ പൂർത്തിയാക്കി എന്ന് പറയുന്ന പ്രവാചകൻ പറയാതെ വല്ലതും വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് പുതുതായി നമ്മൾ ഉണ്ടാക്കിയാൽ മുഹമ്മദ് നബി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് നമ്മൾ ആ കർമ്മത്തിലൂടെ ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫലൈസ മിന്നി ഫഹുവ റദ്ദുൻ, ഞാൻ പഠിപ്പിച്ചു തരാത്ത വല്ലതും മതത്തിൽ ആരെങ്കിലും ചെയ്ത അത് മതമല്ല. റദ്ദുൻ, അയാൾ ഉണ്ടാക്കിയ പുതിയതായ വസ്തു നിങ്ങൾ വലിച്ചെറിയണം, അയാളെ ഒഴിവാക്കണം എന്നാ. ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെ ആദരിച്ചാൽ പോലും ദീനിനെ തകർക്കാനുള്ള സഹായമാണെന്ന. മൻ അഹാന അലൽ അദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർക്കാനുള്ള സഹായാണ് ആരെ? സ്വാഹിബുൽ ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെ ആദരിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്താൽ ദീനിനെ തകർക്കാനുള്ള സഹായമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എത്ര നല്ലതാണെങ്കിലും മരിച്ചു കൊടുത്ത് പ്രവാചകൻ ഖുർആൻ ഓതിയിട്ടില്ല, നല്ലതാണ്, പക്ഷെ അവിടെ ഓതാൻ പറ്റൂല. ഈ മുടിന്റെ വില അറിയണമെങ്കിൽ ഗൾഫ് കയറ്റി പോയാൽ മതി. ആ തലയിൽ മുടി നിൽക്കുമ്പോൾ അതിന്റെ വില ഉള്ളൂ അല്ലെ? ആ മുടി വെച്ച് പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. തലയിൽ മുടി നിൽക്കുമ്പോൾ ആ സ്ഥാനം, അത് ചോറ്റിലാണെങ്കിലോ വിവരം അറിയും. ഭക്ഷണത്തില് മുടി കണ്ടാല് ലക്ഷങ്ങൾ വിലയുള്ള മുടിയാ, അതുകൊണ്ട് ചോറ്റില് നമ്മൾ അനുവദിക്കോ? ഓരോന്നിനും ഒരു സ്ഥാനമുണ്ട്, ഒരു വിധിവിലക്കുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് പകരം ഒരാൾ പറഞ്ഞു
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂൽ സ്വലാത്ത് ഉണ്ടാട്ടെ, സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് ചെല്ലാത്തവന് ഏറ്റവും വലിയ അറുബിശിക്കനാണ്. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ നന്മക്ക് വേണ്ടി 10 അനുഗ്രഹത്തിന് വേണ്ടി അവനെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. പക്ഷെ ചെല്ലാനൊരു നേരണ്ട്. ബാത്റൂമിൽ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? ബാത്റൂമിൽ ഖുർആൻ ഓതാൻ പറ്റുമോ? ഓരോന്നിനും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ചെയ്യാവൂ. പ്രവാചകൻ മരിച്ച് കുറച്ചു കാലം കഴിഞ്ഞ സമയത്തുണ്ടായ ഒരു സംഭവമുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ കുറെ സഹാബിമാര് അവരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് സമൂഹമായി സംഘടിതമായി അവര് സ്വലാത്ത് ചൊല്ലുകയാണ്. സംഘടിതമായി സ്വലാത്ത് ചൊല്ലുകയാണ്. ഹല്ലിലു, നിങ്ങൾ ലാ ഇലാഹ ചൊല്ലു, സുബ്ഹാനല്ലാഹ് ചൊല്ലു, അൽഹംദുലില്ലാഹ് ചൊല്ലു എന്നൊക്കെ ചെല്ലാൻ പറഞ്ഞു. എല്ലാരും വട്ടത്തിൽ ഇങ്ങനെ ചൊല്ലുക. ഹൽക്ക, ദിക്റിന്റെ ഹൽക്ക. എന്നിട്ടോ ഒരാൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ കല്ലിങ്ങനെ നീക്കി വെക്കും. സുബ്ഹാനല്ലാഹ് പറയുമ്പോ ഒരു കല്ല് നീക്കി വെക്കും. അങ്ങനെ 33 കല്ല്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ കല്ല് നീക്കി വെക്കും. 33 കല്ല് എണ്ണം പിടിച്ചാണ് തസ്ബീഹ് മാല ഉപയോഗിക്കുന്ന പോലെ എണ്ണം പിടിച്ചാൽ വേണ്ടി ഇങ്ങനെ കല്ല് ഇങ്ങനെ മാറ്റി വെക്കും. ഇത് കണ്ട അബൂ മൂസൽ അശ്അരി നേരെ ഓടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിൽ പുതിയ സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് പുതിയ സമ്പ്രദായമാണോ? അൽഹംദുലില്ലാഹ് പുതിയ സമ്പ്രദായമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ സമ്പ്രദായമാണോ? വട്ടമിട്ട് അള്ളാന്റെ പള്ളിയിൽ, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ വട്ടമിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന മുഴുവൻ നാടുകളെയും ഇബ്നു മസ്ഊദ് ആട്ടിയോടിച്ച്. പുതിയതാണോ? സുബ്ഹാനല്ലാഹ് പുതിയതാണോ? അൽഹംദുലില്ലാഹ് പുതിയതാണോ? അല്ലാഹു അക്ബർ പുതിയതാണോ? പിന്നെന്തേ? ഒരു പ്രത്യേക രൂപവും ഭാവവും രീതിയും പ്രവാചകൻ പഠിപ്പിച്ചതിന് എതിരായി നമ്മൾ ചെയ്താൽ അത് വിധിയത്ത. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാചക, നബി മരിച്ചിട്ട് നബി ഉടുത്ത വസ്ത്രം നിരുമ്പിപ്പോയിട്ടില്ല, നബി ഉപയോഗിച്ച വസ്ത്രം ഉടഞ്ഞു പോയിട്ടില്ല, പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബിമാർ മരിച്ചു പോയിട്ടില്ല. ദീനിൽ പുതുതായി കൊണ്ടുവരികയോ എന്റെ പുതിയതുണ്ടാക്കി മാലല്ലേ, മൗലൂദല്ലേ, ഖുർആനല്ലേ, അന്നദാനമല്ലേ, റാത്തീബല്ലേ, അദ്ദാദല്ലേ, ആണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായ രൂപവും ഭാവവും രീതിയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദീനിന് പുറത്താ. സുബ്ഹാനല്ലാഹ് പാടില്ല എന്ന് പറഞ്ഞ സഹാബത്ത് നിങ്ങൾ ആലോചിക്കാണ്. തസ്ബീഹ് മാലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണം, കൈകൊണ്ട് എണ്ണം പിടിക്കാൻ കഴിയുക അതന്നെ എടുത്താൽ മതി. എണ്ണം പിടിക്കാൻ കഴിയാത്തവർ ഉപയോഗിച്ചോളി. പ്രത്യേക രൂപവും ഭാവവും ഓരോരുത്തരുടെ കോലങ്ങനെ കണ്ടാല്. ദീൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലല്ല, വേഷമല്ല, താടിയല്ല, അതുപോലെ വസ്ത്രമല്ല. ഇതൊക്കെ ബാഹ്യമായ പ്രകടന. ഇതിനപ്പുറമാണ് ആദർശം. ഒരാൾ താടി കണ്ട്, നിസ്കാര തയമ്പ് കണ്ട്, വേഷം കണ്ട് ഒരാൾ വിലയിരുത്തണ്ട. അയാൾ ചെയ്യുന്ന അമല് നോക്കണം, അയാളുമായി ദീനും നോക്കണം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാ, ഒരാൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് നിങ്ങൾ കണ്ടാലും, ആകാശത്തിലെ പക്ഷികളെ പോലെ പാറി നടക്കുന്നത് കണ്ടാലും വഞ്ചിതരാകണ്ടോ. എല്ലാരും നിസ്കരിക്കുമ്പോൾ ആ ജമാഅത്തിൽ നിസ്കരിക്കാതെ അവിടെ കഅബയിൽ നടക്കുന്ന ജമാഅത്തിലാണ് എന്റെ പ്രിയപ്പെട്ട വലിയ പങ്കെടുക്കുന്നു പറഞ്ഞ് പരിശുദ്ധ റമളാൻ മാസത്തിൽ പോലും നോമ്പനുഷ്ഠിക്കാതെ കഞ്ചാവടിച്ച് പുകവലിച്ച് നടക്കുന്ന ഔലിയാക്കന്മാര് ആലോചനങ്ങള്. പ്രവാചകൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രവാചകൻ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും കാണൂല. 40 തടിയാണല്ലോ. ഭക്ഷണം കഴിക്കുന്ന തടി മാത്രം കാണും. ഭക്ഷണം കഴിക്കുന്ന തടി മാത്രം കാണും. മറ്റേ അമല് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു ഏർപ്പാട് നടന്നില്ല, ഒരു ബിസിനസ് നടന്നില്ല. അവസാനം പറ്റ ഏർപ്പാട് ഇതാ, ഒരു പച്ച കുപ്പായ ഇട്ട് ഒരു തസ്ബീഹ് മാല ഇടിച്ച് ഈ പാവങ്ങളുടെ ആശയും കീശയും ഒരുപോലെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ. ഇത് വിദഗ്ധെന്ന് പറയില്ല. കൈമടക്ക് കിട്ടുന്ന ദീനുൽ ഇസ്ലാമിനെ ദീനുൽ ഇസ്ലാമാക്കി മാറ്റുക. ഇസ്ലാമിന്റെ പേര് എങ്ങനെ തിന്നാൻ പറ്റുന്ന? ജീവിച്ചാലും മരിച്ചാലും പൈസ, ആണ്ടായാലും അടിയന്തരമായാലും കണ്ണൂക്കായാലും. നിങ്ങൾ ആലോചിച്ച്, കണ്ണൂക്ക് വല്ലാത്തൊരു ഊക്കന്നെ. 3-ാമത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ കണ്ണ് ശരീരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ദിവസം കാവുണ്ടാക്കി കുടിച്ചോ?
ആലോചിക്കണം നമ്മള്. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ധാരാളം പരിപാടികളും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കൊല്ലത്തിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളുമായി രംഗപ്രവേശം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ദീനല്ല, ഇത് ദീനാണ്, ഇത് ദീനാറാണ്, ഇത് ദിർഹമാണ്, ഇത് കാശുണ്ടാക്കാനുള്ള ഏർപ്പാടാണ്. മൂല്യമാര് പറയിലത് വിധത്താന്ന്, കാരണം അവർക്ക് കിട്ടുന്ന കുറയും. ആലോചിക്കണം സഹോദരങ്ങളെ, മദ്ഹ് ചൊല്ലിയാണ് പോലും പ്രവാചകനെ പുകഴ്ത്തുന്നതിന് ആരും എതിരല്ല. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അൻസാരി കുട്ടികൾ പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ കവിത ചൊല്ലുക. ആ കവിത ചൊല്ലുന്ന കവിതയുടെ കൂട്ടത്തിൽ ഒരൊറ്റ വരി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫി ഗദി, നാളെയുടെ വർത്തമാനം പറയുന്ന, ഭാവി പറയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള വരി അൻസാരി കുട്ടികൾ പാടിയപ്പോൾ നിർത്താൻ പറഞ്ഞു. എനിക്ക് ഭാവി അറിയില്ല, എനിക്ക് ഭാവി അറിയില്ല, വഹിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും ഞാൻ പറയില്ല, വരി ഒഴിവാക്കാൻ പറഞ്ഞു. മദ്ഹല്ലേ, മാലല്ലേ, മൗലൂദല്ലേ, ചെല്ലുമ്പോ ആലോചിക്കണം നമ്മള്. പ്രവാചകൻ പറഞ്ഞു, വാചകം തരങ്ങള്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ യേശുവിനെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. ഞാനൊരു അടിമയാ, എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത്. സയ്യിദിനാ നമുക്ക് ഉപയോഗിക്കലുണ്ട്. പ്രവാചകൻ പറയാ, എന്റെ പേരിന്റെ കൂടെ സയ്യിദ് നിങ്ങൾ പറയരുത്. സയ്യിദ് പടച്ചോനാ, സയ്യിദിനാ. നിങ്ങൾ കേട്ടില്ലേ? നമ്മളെ ഉപയോഗിക്കില്ല. കാരണം എന്താ? സയ്യിദിനാ, യഥാർത്ഥ സയ്യിദ് പടച്ചോനാണെന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായി ദീനിന്റെ പേരിൽ ചെയ്യുമ്പോഴേ നമ്മുടെ പരലോകം സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ക്രിസ്ത്യാനികള് യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞതെങ്കിൽ നമ്മളെ മാലക്കാരൻ പറഞ്ഞത് അള്ളാന്റെ സ്ഥാനത്തേക്കാണ്. പ്രവാചകനെ മാല മൗലൂദ് ചെല്ലുന്ന ആൾക്കാര്, ചെല്ലുന്ന ആൾക്കാരിയോ, കൈമടക്കി കൊടുക്കുന്ന ആൾക്കാരിയോ, ചെല്ലിയാണ് അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. മുജാഹിദ് പള്ളിയിൽ മൗലൂദ് തുടങ്ങിയത് കേൾക്കും, പുറമെന്ന് കേൾക്കുന്ന ആള് എന്തായാലും അബ്ദുകൽ മിസ്കീനു യർജു, അങ്ങയുടെ അടിമയായ ഞാൻ. പ്രവാചകന്റെ അടിമയാണ് നമ്മള്, ആണോ? അബ്ദ് പറഞ്ഞത് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ കാബ്, അടിമ എന്നല്ലേ? പ്രവാചകന്റെ അടിമയായ ഞങ്ങൾ അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. പ്രവാചകരെ, അങ്ങയുടെ പാപമോചനവും അങ്ങയുടെ പുണ്യവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു, ബഷീറും നദീറുമായ പ്രവാചകരെ, ഞങ്ങളൊക്കെ നിങ്ങൾ അടിമയാണ്. നമ്മൾ പ്രവാചകൻ അടിമയാണോ? ക്രിസ്ത്യാനികളെ കടത്തിവെട്ടില്ലേ? ക്രിസ്ത്യാനികൾ പറഞ്ഞത് യേശു ദൈവത്തിന്റെ പുത്രനാ, ത്രിയേകത്വം, കർത്താവ്, പിതാവ്, പരിശുദ്ധാത്മാവ്, ഇത് കൂടി ചേർന്നാലാണ് ദൈവം എന്ന് പറഞ്ഞു. ഓലെ കടത്തിവെട്ടി നമ്മള്. റസൂല് പറഞ്ഞില്ലേ, മുൻകഴിഞ്ഞ സമൂഹത്തിന് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരും. അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചെങ്കിൽ എന്റെ സമൂഹം ഉണ്ടാവുന്ന. നമ്മൾ പിന്നാലെ പോവുക. ഓരിങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മളും മൗലൂദാടുക. ഒരു രൂപത്തിൽ യേശു ക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ ആനയിക്കുമ്പോ നമ്മള് ഒരു ഉണ്ണി മുഹമ്മദിൽ ഉണ്ടാക്കുക. എന്നിട്ടോ യാ നബി സലാം അലൈക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഘോഷയാത്ര കാണാൻ മുഹമ്മദ് നബിനെ ഒരുക്കിയിട്ട്. എന്ത് കോപ്രായത്വങ്ങളാണ് നമ്മുടെ സമൂഹം ദീനിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബിനോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ, നബിയോട് നമ്മുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ 23 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് പരിപൂർണമായി സ്വീകരിക്കണം നമ്മൾ. വമൻ അഹബ്ബ സുന്നത്തി. റബീഉൽ തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് കുറച്ച് കാര്യം പറയാണ്ട്, വഴി നമുക്ക് പറയാം. വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു.
വമൻ അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാവും. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ബിദ്അത്ത് ചെയ്തുകൊണ്ടല്ല. പ്രവാചകൻ 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ഇതൊന്നല്ല രസം. പ്രവാചകൻ പഠിപ്പിച്ചാത്ത മുഴുവൻ ചെയ്യും. എന്നിട്ട് നമ്മളെ ചൂണ്ടിയിട്ട് പുത്തൻവാദികൾ എല്ലാ പുതിയ കാര്യം ആണ്ടും അടിയന്തരവും മൗലൂദും റാത്തീബും ഹദ്ദാദും പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ? ഇത് പുതിയതല്ലേ? ആരെ പുത്തൻവാദികൾ? എന്നിട്ട് മുഹൂർത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പുത്തൻവാദികൾക്ക് പ്രാർത്ഥിക്കുക. മറ്റേ കാലുമല മന്ത് 2 കാലും വലും മന്തുള്ളവന് 2 കാലും ചേറ്റിലേക്കും പാടത്തേക്കിണ്ട് ഇറങ്ങി നിന്നിട്ട് 1 കാലും വലും മന്തുള്ളവനെ കൂക്കി വിളിച്ച മന്ദങ്കാലം കൂടെ ഇവന്റെ 2 കാലും വലും മന്ദാ ഇല്ല. എല്ലാ വിധത്തും ഖുറാഫാത്തും പുത്തൻവാദങ്ങളും ചെയ്ത് എന്നിട്ട് നമ്മളെ ചൂണ്ടി പുത്തൻവാദി വഹാബി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാന്റെ ആൾക്കാരുന്നാണ്. ഇന്ന കൻതൽ വഹാബ്, പടച്ചോനെ നീയാണ് വഹാബ്. വഹാബിന്ന് പറഞ്ഞാ വിളിച്ചോളി, ഞങ്ങൾ പഠിച്ച ആൾക്കാരാ. പുത്തൻവാദി എന്ന് വിളിച്ചാല് അത് ഞങ്ങളെ മൂത്തിക്കാ വിടുക, മലന്ന് കടന്ന് തുല്യമായി അവനാന്റെ മൂന്നമക്ക വിടുക. ശരിക്കും ആലോചിച്ചോളി, ഒരു റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 4 മാസങ്ങൾ അള്ളാഹു ആദരിച്ച മാസത്തിന്റെ കൂട്ടത്തില് റബീഉൽ അവ്വൽ മാസമല്ല. ഇന്ന് ഈദിൽ ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത പുണ്യം പ്രവാചകൻ ജനിച്ച ദിവസത്തിന് വേണ്ടി ചില ആൾക്കാർ കൊടുക്കുകയും മാനിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് വമാ ആതാകുമുർ റസൂലു ഫഖുദു, പ്രവാചകൻ പഠിപ്പിച്ചത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണം. വമാ നഹാകും അൻഹു ഫൻതു, പ്രവാചകൻ വിരോധിച്ചതും വെടിയാനും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണം. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ കേൾപ്പിച്ച ആയത്ത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാന. പ്രവാചകൻ പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായി ആരെങ്കിലും ചെയ്യുകയും യഥാർത്ഥ വിശ്വാസികൾക്ക് വിരുദ്ധമായി ചെയ്താൽ അവൻ പോണോടത്ത് കൂടെ അവനെ വിടുന്ന. എന്നിട്ടോ അവസാനം അവനെ കൊണ്ടുപോയി വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ ഞാൻ എറിയുന്ന. അതുകൊണ്ട് പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയണമെന്നുള്ള മോഹവും ആഗ്രഹമുള്ളവർ എല്ലാ പ്രവാചകൻ പടി സുന്നത്തുണ്ട്. എത്രങ്ങാണ് സുന്നത്തുണ്ട് സഹോദരന്മാരെ. പള്ളിക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന, പള്ളിക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, വണ്ടിക്ക് കയറുമ്പോൾ പ്രാർത്ഥന. ഈ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ചെല്ലാ ഒരു പ്രാർത്ഥനകൾ കണ്ടോ? സഫയിൽ എന്റെ പ്രാർത്ഥന ഉണ്ട്, മറുവേലിൽ എന്റെ പ്രാർത്ഥന ഉണ്ട്, റുക്കുനിൽ യമാനിൽ എന്റെ പ്രാർത്ഥന ഉണ്ട്, മൗലൂദിന് എന്നുള്ള പ്രാർത്ഥന. എന്നിട്ട് ഇസ്ലാം 2 ആഘോഷമുള്ളൂ എന്ന് പറയും ചെയ്യും. ഇസ്ലാം 2 ആഘോഷമേ ഉള്ളൂ, അത് ഇതിൽ ഫിത്റുമാണ്, ഇതിൽ അവയാണ്. അപ്പൊ ജന്മദിനാഘോഷം ഏത് പട്ടികയിൽ നമ്മൾ വരവെക്കും? ഏത് പട്ടികയിൽ വരവെക്കും? എല്ലാത്തിനും മൂടി എല്ലാത്തിനും സഹകരിക്കുമ്പോൾ ആലോചിക്കണം നമ്മള്. ഞാൻ ഏതായാലും കഴിച്ചില്ല, ഓല് നമ്മൾ പൈസ വെച്ച് കൊടുത്തു കൊടുത്താൽ നിങ്ങൾ ആലോചിക്കണം, ദീനിനെ തകർക്കാനുള്ള സഹായമാണ് ചെയ്തതാണ്. പുതുതായി ഉണ്ടായ എല്ലാം ദ്വലാലത്തിലാണ്. എല്ലാ വഴികേടിന്റെയും അന്ത്യം നരകമാണ്. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ, ജന്നാത്തുൽ ഫിർദൗസ് കഴിയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ ചര്യ സ്വീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. യതീമായ പ്രവാചകൻ, സംരക്ഷിക്കാൻ ആളുമില്ലാത്ത പ്രവാചകൻ, ധാരാളം സംരക്ഷണങ്ങളിലൂടെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിപൂർണമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആ കുട്ടിക്കാലം മുതലേ നൽകിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അനുഗ്രഹമാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലക്ക് മാത്രം കിട്ടുന്ന അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ.
1.25 ലക്ഷം പ്രവാചകന്മാരുടെ കൂട്ടത്തില് ആദ്യമായി ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നതും ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്റെ സമൂഹത്തിന് വേണ്ടി ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരിക്കും. പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ മണമുള്ളതും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വെട്ടിത്തിളങ്ങുന്ന കോപ്പുകളുള്ള ഹൗദുൽ കൗസറിലെ വെള്ളം 1 മാസം നടന്നാൽ എത്ര ദൂരം വരുമോ അത്രത്തോളം വിശാലമായ ഹൗദുൽ കൗസർ. ഒരു തവണ നമ്മൾ മനസ്സിലാക്കണം, വിയർപ്പ് കുളിച്ച് പരവശരായി മുട്ടുവരെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, ശരീരം മുഴുവൻ വിയർപ്പിൽ മൂടി നിൽക്കുന്ന ആളുകളുണ്ട്. ആ സന്ദർഭത്തിൽ ഹൗദുൽ കൗസറിലെ വെള്ളം ഒരു തവണ അള്ളാന്റെ റസൂലിന് കുടിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പിന്നെ ഒന്ന് ദാഹിക്കൂലാണ്. അള്ളാന്റെ റസൂല് ഹൗദുൽ കൗസറിലെ വെള്ളം ഇങ്ങനെ മുക്കിക്കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ മാലാകമാർ തടഞ്ഞു വെക്കുന്ന രംഗം പ്രവാചകൻ ദൂരെ നിന്ന് കാണുകയാണ്. മലായിക്കത്തിനോട് പ്രവാചകൻ പറഞ്ഞു, ഇന്നഹും ഉമ്മത്തി, ഇന്നഹും ഉമ്മത്തി. എങ്ങനെ നമ്മുടെ പ്രവാചകൻ നമ്മൾ തിരിച്ചറിഞ്ഞ്? അതെന്റെ സമൂഹമാണ്, അവരെ കടത്തിവിടൂ. നിസ്കരിക്കുന്നതിന് മുമ്പ് നാം എടുക്കുന്ന ഒന്നുമില്ലേ, നാളെ പരലോകത്ത് വരുമ്പോൾ ഒതെടുക്കുന്ന ഭാഗങ്ങൾ വെട്ടിങ്ങനെ തിളങ്ങുന്ന, അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് കഴുകുമ്പോൾ കയറ്റി കഴിക്കോളി, താടി ഒന്ന് ചിക്ക കറ്റി കഴിക്കോളി, കൈയിന്റെ വിരലൊക്കെ ശരിക്ക് ചെയ്തോളി. നാളെ പരലോകത്ത് പ്രകാശിക്കുന്ന ആ പ്രകാശിക്കുന്ന കുറെ ആൾക്കാരെ പ്രവാചകനെ കാണാം. ഇന്നഹും ഉമ്മത്തി, ഇന്നഹും ഉമ്മത്തി, അവരെന്റെ സമൂഹമാണ്, പറഞ്ഞയക്കൂ, അവർക്കും ഞാൻ ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കട്ടെ. സഹോദരങ്ങളെ, വിദ്ഗത്ത് ചെയ്യുന്ന, നബിദിനം ആഘോഷിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധയോടെ കേൾക്കണം. മലക്ക് പറയാം, മലക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് പറയാം, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക യാ മുഹമ്മദ്. ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. ഓല് മുസ്ലിങ്ങൾ തന്നെയാണ്. എന്താണ് കാരണം? നിങ്ങളുടെ മരണത്തിന് ശേഷം മതത്തിന്റെ പേരിൽ അവർ പലതും ദീനിലേക്ക് കൂട്ടിച്ചേർത്തു. റസൂലിന്റെ ഹദീസ, യാ മുഹമ്മദ്, മുഹമ്മദേ, അള്ളാന്റെ മലക്കൾ പറയാ, ഇന്നക ലാ തദ്രി, നിനക്കറിയില്ല മരിച്ചതിന് ശേഷം ഇവിടെ എന്ത് നടന്നു എന്ന് പ്രവാചകൻ അറിയില്ല. ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക യാ മുഹമ്മദ്, മുഹമ്മദേ, ദീനിന്റെ പേരിൽ നീ മരിച്ചതിന് ശേഷം എന്തെല്ലാം കൂട്ടിച്ചേർത്തു എന്ന് നിനക്കറിയില്ല. ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കൂല എന്ന് മാത്രല്ല, പ്രവാചകൻ ആട്ടിവിടുക. ഇവിടെ എന്താ ചെല്ലിനെ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽഅദ് യൗമൻ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. ഇവിടെ ഇങ്ങനെ മാലയിൽ ഉഷാറി ചെല്ല, ഹൗദുൽ കൗസറിലെ വെള്ളം തരണേ. ആ ചെല്ലിണ മാല കൊണ്ട് തന്നെ ആട്ടിവിടുക. എന്റെ കൺമുമ്പിൽ നിന്ന് പോകണം, എനിക്ക് ശേഷം എന്റെ സുന്നത്തിനെ വികലമാക്കിയ ആളുകളെ എന്റെ കൺമുമ്പിൽ നിന്ന് വിദൂരതയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ആട്ടിവിടുന്ന പ്രവാചകൻ പ്രയോഗിച്ച ഒരു പദപ്രയോഗം എന്താ അറിയോ? നിങ്ങളെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കുമ്പോഴേ ആരാന്റെ ഒട്ടകം വരുമ്പം എങ്ങനെ ആട്ടി ഓടിക്കും? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാല്, നമ്മളെ കോഴിക്കൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോ ആരാന്റെ കോഴി വരുമ്പോണ്ടല്ലോ ഒരു കല്ലെടുത്തെറിയല്ലേ, കോഴി ആരുടെ ഒറ്റയാറല്ലേ, ഈ എറിയുന്ന. അപ്പൊ ഹൗദുൽ കൗസറിലെ വെള്ളം ഒരു ഇറക്ക് കുടിക്കണം എന്നുള്ള മോഹം, ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ദീനിന്റെ പേരിൽ, ദീനിന്റെ ലേബിളിൽ ഈ വിധത്ത് ചെയ്യരുത്. നിങ്ങൾ ചെയ്തോളി. ഓണം ആഘോഷിക്കണില്ലേ, ദീനായിട്ട് ബന്ധമുണ്ടോ? നാട്ടിലെ ആഘോഷങ്ങളില്ലേ, സ്പോർട്സ് ഉണ്ടാവില്ലേ, നാട്ടിലെ ആചാരം ദീനുമായിട്ട് ബന്ധപ്പെടുത്തി പറയരുത്. ശരിക്കും ആലോചിക്കുക. വിദഅത്ത് ചെയ്യുന്ന ആളുകളെ സഹായിച്ചാൽ ഇസ്ലാമിനെ തകർക്കാനുള്ള സഹായമാണ് നമ്മൾ ചെയ്തത് എന്നുള്ള പ്രവാചകന്റെ വാചകം നമ്മുടെ മനസ്സിൽ വേണം. സുന്നത്ത് ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള
മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതറിയാത്ത ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഒരു കാലത്ത് ചെമ്പും പിടിച്ച് പാത്രം പിടിച്ച് നേർച്ചയ്ക്ക് കുറെ വരുന്ന ആളാ. അന്ന് അറിയില്ല. മുജാഹിദിലെ പള്ളിക്ക് പോരാൻ പാടില്ല, ഓലെ പ്രഭാഷണം കേൾക്കാൻ പാടില്ല. ഇതൊക്കെ പറയാൻ കാരണം തരങ്ങള് ഓല് നന്നായാലോ. നട്ടുച്ച നേരം അർദ്ധരാത്രി എന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന സംഭവം. ഒരു ചെറിയ കന്നാസിക്ക് തുപ്പിയിട്ട് ആയിരങ്ങൾ സ്വന്തമാക്കുന്ന ആളുകൾ, മുടിയും പൊടിയും വിറ്റുകൊണ്ട് കാശുണ്ടാക്കുന്ന ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കുവോ? അവസാനം ഔലിയാക്കന്മാരിങ്ങനെ വരിന്നിട്ട് ഉസ്താദിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് പള്ളിയുടെ കാറ്റ് പോയിട്ടാണ്ട് ഊതി ഒന്നായിട്ട് മുക്കിക്കൊണ്ടേ കുളി ഇറങ്ങി. പക്ഷെ പൈസ ആദ്യം അടക്കണം, ഫീസ് അടച്ചിട്ട് പോണം. ഇപ്പൊ ഗൂഗിൾ പേ ആണ്. എന്തൊരു പൊട്ടത്തരങ്ങൾ ആലോചിക്കണേ. അവിടുന്ന് ഉസ്താദ് ഊതുക, ഇവിടെ മൊബൈൽ വന്നിട്ട് പാത്രം വെച്ച് തിരിക്കുക ഉസ്താദിന്റെ ഊത്തിന് വേണ്ടിട്ടേ. അതാ കൗമുൻ ജാഹിലൂൻ. എന്ത് പറഞ്ഞാലും മോശാനം പാടുന്ന ഒരു സമൂഹം. ആശയും കീശയും ഈമാനും ഒരുപോലെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന പുരോഹിതന്മാർ ഇത് വിദ്യാർത്ഥാന്ന് പറയില്ല. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് ഉൾക്കൊള്ള കുറച്ച് കാര്യം ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പറയാനുണ്ട്. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗിയായി കിടക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം മതിയാവോളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പരാധീനകളും അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ രോഗവും അസുഖവും അള്ളാന്റെ ഫضل കൊണ്ട് അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. توفنا مسلما والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.